നമ്മളെ വീട്ടിലെ എർത്ത് ലീക്കേജ് ഉള്ള വീടുകൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഉൽപ്പന്നം ഞാൻ പരിചയപ്പെടുത്തുന്നത് അതാണ് ഈ കാണുന്ന എർത്ത് ലീക്കേജ് ബ്രേക്കർ. മാത്രമല്ല ഇതിൽ വേറെയും ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയാം. ഇതിൽ RCCB റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ് ഒന്ന്. LCB എന്ന് പറയുന്നത് RCCB എന്ന് പറയുന്നത് അതും വേരിയബിളാണ്. 30 മില്ലി വരെ നമുക്ക് സെറ്റ്, 30 അല്ല 10 മില്ലി മുതൽ മുകളിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊരു ജനറൽ ഇൻഫോർമേഷനുമാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ടെക്നീഷ്യന്മാർക്ക്, പരിചയം കുറഞ്ഞ ആളുകൾക്കും കൂടിയാണ് ഇത് ചെയ്യുന്നത്, പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ല. അതോടൊപ്പം ഒരു വീട്ടിലെ ചെറിയ ഒരു ഐഡിയ ഉള്ള ഒരാൾക്കും ഇത് ഗുണം ചെയ്യും. എങ്ങനെയൊക്കെ ഒരുപാട് നമ്മളെ കറണ്ട് ബില്ല് വേസ്റ്റായി പോകുന്നുണ്ട്, അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ ഞാൻ നേരെ 220 മെയിനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് ഇവിടെ ഔട്ട്. ഈ ഔട്ടിൽ ഞാനൊരു പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു പ്ലഗ്. ഈ പ്ലഗിന് എർത്ത് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല. എർത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടതാണ്. ഈ എർത്ത് ഞാൻ കൊടുക്കും. ആ എർത്ത് ഇതാ കൺട്രോൾ സെപ്പറേറ്റ് ഒരു എർത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതാ എർത്തിൻ്റെ വയറ് നേരെ വന്നോ, ഇതാ വയറ് വരൂ. നേരത്തെ ഒരു പട്ട എടുത്ത് നിലത്ത് അടിച്ച് താഴ്ത്തിയതാണിത്. നേരെ ഓക്കെ, ഞാൻ താവാല്ല. അപ്പോൾ അത്രയും ഇതാ ഈ ഹൈറ്റിൽ ഇതാ ഈ ചുമരിൻ്റെ ഈ ഹൈറ്റിലേക്ക് ഇത് ഞാൻ താഴ്ത്തിയിട്ടുണ്ട്. ഇത്രയും മണ്ണ് അവിടെ, അത് നല്ല ഈർപ്പുള്ളടുത്ത് ഒരു 8 ബോൾട്ട് എടുത്ത്. ഇത് യഥാർത്ഥത്തിൽ കോപ്പർ മിക്സ് ചെയ്ത ഒരു റാഡ് തന്നെയാണ് ഇത് കേട്ടോ. എർത്തിന് വേണ്ടിയിട്ട് സോളാറിനൊക്കെ ഇറങ്ങണ റാഡ് അത് ഉപയോഗിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾ നിലവിൽ എർത്തുനിന്ന് എടുത്തോ. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഇതിൽ നിന്നൊക്കെ വല്ല ലീക്കേജ് ഉണ്ടെങ്കിൽ എൻ്റെ റിസൾട്ട് തെറ്റിപ്പോകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എർത്ത് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ എർത്ത് യഥാർത്ഥ ഒരു പ്യൂർ എർത്ത് ഇവിടെ കിട്ടി. ഈ എർത്ത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് എൻ്റെ അടുത്ത് ഒരു സീരിയൽ ലാമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, ഒരു ഇതാ ഈ ബൾബിനെ ഞാൻ ഒരു വയറാക്കിയെന്ന് മാത്രം. ഈ വയറിൽ ഇത് നമുക്ക് ആദ്യം ഞാൻ ഈ ബൾബ് കത്തിക്കുകയാണ്. ഒരു 60-80 വാട്ടിൻ്റെ ബൾബാണ്. അത് എത്ര ആയിക്കോട്ടെ. ഓക്കെ, ഇതാ ബൾബ് കത്തുന്നുണ്ട്. ഓക്കെ, ന്യൂട്രും ഫേസിലും ഞാനിത് കൊടുത്തു, കത്തുന്നുണ്ട്. അതാ ഇതിലത് കാണിക്കുന്നുണ്ട്. ഇത് 63 വാട്ട്സിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, എത്ര കണക്റ്റഡ് ലോഡ് അതിൽ കാണിക്കും, 63. ഇനി ഇതിനെ ഞാൻ എർത്ത് വഴി ഒന്ന് വർക്ക് ചെയ്യിക്കണം. എത്രത്തോളം സ്ട്രോങ് ആണ് എൻ്റെ എർത്ത് അറിയാൻ. അതിൽ സീരിയലിലെ ഒരു വയർ അവിടെ കൊടുത്തു, മറ്റ് സീരിയലായിട്ട് ആ എർത്തിൽ കൊടുത്തു, ഒരെണ്ണം ഫേസിൽ. അത് ഇവിടെ ബ്രേക്ക് ആവും. ഇവിടെ വെച്ചാൽ ബ്രേക്ക് ആവുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കുകയാണ്. ഉറപ്പാണല്ലോ ഇവിടെ ബ്രേക്ക് ആവും എന്നുള്ളത്. നോക്കിക്കോളി, അപ്പോൾ ബ്രേക്കായി. വേണ്ട, അപ്പോൾ ഞാനിത് ഇൻപുട്ട് കൊടുക്കുകയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉണ്ടാ അത്യാവശ്യം ഒരു ബ്രൈറ്റിൽ കത്തുന്നുണ്ട്. ഇനി അതിനെ നേരിട്ട് കൊടുക്കുമ്പോഴുള്ള ബ്രൈറ്റ് വേണ്ട, ഇങ്ങനെ കൊടുക്കുമ്പോൾ എത്ര വാട്ട്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഇതാ എത്ര ഉണ്ട് ഇവിടെ നോക്കിയാൽ മതി. എത്ര ഉണ്ട് അതിൽ? 55 വാട്ട്, 55 സംതിങ് അല്ലേ. ഇനി നേരിട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? നേരിട്ട് കൊടുക്കുമ്പോൾ 65 വാട്ട്സ്, 65-66, ഒരു 10 വാട്ട്സിൻ്റെ കുറവ്. ഏറെക്കുറെ ഒരു 90% എൻ്റെ എർത്ത് ഓക്കെയാണ്. ഇത് ടെക്നിക്കലായ ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഉണ്ടാക്കിയ ഒരു എർത്താണ്. അതിൽ ഒരു 10 വാട്ട് കുറഞ്ഞ് ഒരു 90% എർത്ത് ഓക്കെ പോട്ടെ. അങ്ങനെ ഒരു എർത്ത് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇനി എർത്ത് ലീക്കേജ് ബ്രേക്കറാണ് ഇപ്പോൾ ഇത് ആണല്ലോ. ഈ എർത്ത് ലീക്കേജ് ബ്രേക്കർ എത്ര വാട്ട്സിൽ ബ്രേക്ക് ആവുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. എന്തായാലും ഈ ഒരു ബൾബിൽ ബ്രേക്ക് ആകും ഉറപ്പാണ്. ഞാനൊരു 5-10 വാട്ട്സിൻ്റെ ഒരു കുഞ്ഞ് LED ബൾബ് ഇട്ടിട്ട് നോക്കുകയാണ് എത്രത്തോളം ബ്രേക്ക് ആവണം നോക്കട്ടെ. ഇതാ ആ ബൾബ് ഇപ്പോൾ കത്തുന്നതാണ്. വാട്ട്സ് നോക്കിക്കോളി, 11 വാട്ട്, 10 സംതിങ് ഇവിടെയുണ്ട്. ഇവിടെ കറക്റ്റ് 10, 9, 10 വാട്ട്, 10 വാട്ട് ബൾബാണ്. ഓക്കെ, ഈ 10 വാട്ട് ബൾബ് എർത്തിലൂടെ കൊടുക്കാൻ പോവാണ്. ഒരെൻ്റെ എർത്തിലേക്ക് ഒരു LCB ചെക്ക് ചെയ്യാൻ, RCCB ചെക്ക് ചെയ്യേണ്ട ഒരു സിമ്പിൾ മെത്തേഡാണിത്. അവിടെ കൊടുത്തു, ഒരെണ്ണം എർത്തിലേക്ക് കൊടുത്തു. ദെൻ നമ്മൾ നോക്കിക്കോളി, ഇവിടെ ഞാൻ അതിൻ്റെ ഔട്ടിലേക്ക് കൊടുക്കണ്. ബ്രേക്കായി, ബൾബ് ബ്രേക്കായി. ഇനി കാരണം എന്താ വെച്ചാൽ 10 വാട്ടിലൊന്നും അത് ബ്രേക്ക് ആവില്ല. കാരണം ഇതിൽ കിട്ടുന്ന മില്ലി ആംബിയർ വളരെ കുറവാണ്.
സത്യത്തിൽ ഈ ബൾബിൽ ഒരു അഡാപ്റ്റർ ഉണ്ടല്ലോ, ഈ അഡാപ്റ്ററിൽ ആ ഡിസ്ചാർജ്, ആ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് കൊണ്ടാണ് ഈ ബൾബ് സത്യത്തിൽ ബ്രേക്ക് ആവുന്നത്. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ആവാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ആംബിയർ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൻ്റെ മില്ലി ആംബിയർ ബ്രേക്ക് ആവണോ 10 മില്ലി വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നോക്കാം, നമുക്ക് ഇതിനൊരു ആപ്പ് ഉണ്ട്. ഇതേ ആപ്പ്, ഒരാപ്പ്. ഓക്കെ, ഒരാപ്പ്, ഇതാണ് ഇതിൻ്റെ ആപ്പ്. ഈ ആപ്പിൽ നമുക്ക് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സ് പോയിട്ട് ഇപ്പോൾ ഞാൻ 10 മില്ലിലാണ് കിടക്കണത്. RCCB ഒന്നും ഇപ്പോൾ 10 മില്ലിക്ക് കിട്ടില്ല, മാർക്കറ്റിലില്ല. അത് നമുക്ക് സെറ്റ് ചെയ്യാം, ഇത്രയും ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്കതിനെ ഒരു 30ലേക്കാണ് സ്റ്റാൻഡേർഡ്. 30 മില്ലി, 30 മില്ലി സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പോൾ 30ആണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോഴും ഇത് ബ്രേക്ക് ആവുന്നുണ്ട്. 30 മില്ലി ആക്കിയിട്ടും ഈ ഒരു LED ബൾബ് ബ്രേക്ക് ആവുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ റൂമിലെ, വീട്ടിലെ RCCB ഇതുപോലെ ട്രിപ്പ് ആവുന്നുണ്ടോ യഥാർത്ഥത്തിൽ എന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ ഇതൊരു 10 മില്ലിയോ 20, 10, 15 മില്ലി എടുക്കുന്നുള്ളൂ. നോക്കൂ നിങ്ങൾ എത്ര മില്ലിയാണ് എടുക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ എത്ര മില്ലിയാണ് എടുക്കുന്നത് കണ്ട, 0.06 6 മില്ലി ആംബിയർ എടുക്കുന്നത്. 11 വാട്ടാണ് വാട്ട്സ് എടുക്കുന്നത്. 11 വാട്ട്സ് 6 മില്ലി ആംബിയർ. 6 മില്ലി ആംബിയറിൽ എങ്ങനെ ഈ ബ്രേക്കർ ഓഫ് ആവുന്നത്? കാരണം ഈ ബൾബിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട്, ഇതിൽ അഡാപ്റ്റർ കറണ്ട് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബൾബ് ഇട്ട് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിന് പകരം ഒരു ബൾബ് നിങ്ങളിത് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനത്തത് വാങ്ങേണ്ടി വരും. ഇതിപ്പോൾ സാധാരണ ബൾബിലുള്ള ഒരു COB ചിപ്പാണ്. 10 രൂപക്ക് മാർക്കറ്റ് കിട്ടും. 10 വാട്ട്സ് 8 വാട്ടിൻ്റെ ഒരു ബൾബ്, 220 വോൾട്ട് നേരെ കൊടുക്കാം. ഞാനിത് 2 എണ്ണം എടുത്ത് സീരിയലാക്കി, എന്നിട്ട് ഇതിലേക്കൊരു 220 കൊടുക്കുമ്പോൾ വളരെ ചെറിയ കറണ്ട് എടുക്കുള്ളൂ. സ്റ്റാർട്ടിങ് കറണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, നമുക്കിങ്ങനെ ഇത് നോക്കാം. അതാ എന്താ, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ട്. ഒരു വാം ലൈറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുകയാണ്. ഉണ്ടാ നോക്കാം. ഇപ്പോൾ എത്ര മില്ലിയാണ് അത്? വാട്ട്സ് നോക്കൂ, അവിടെ വാട്ട്സ് എത്രയാണ്? അതിലും നോക്കാം, ഇവിടെ നോക്കട്ടോ. 7 സംതിങ്, 8 വാട്ട്. കറണ്ട് എത്രയാണ് നോക്കി നിങ്ങൾ അതിൻ്റെ മേലെ? ഇതാ ഇവിടെ നോക്കിക്കോളി. ഇതാ നോക്കുക, ഞാൻ കൈ എടുത്താൽ ഉണ്ടാ 3 മില്ലി. അപ്പോൾ അത്രേ എടുക്കുന്നുള്ളൂ സത്യത്തിൽ. ഒരു ബൾബ് അത്രേ ഉള്ളൂ. 3, 5, 6 മില്ലി എടുക്കും. 10 മില്ലിക്ക് താഴെ എടുക്കും ഒരു ബൾബ്. ഇതിൽ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട്, അഥവാ ഇതിലൊരു സ്റ്റാർട്ടിങ് ഡ്രൈവർ, കപ്പാസിറ്റർ പോലുള്ള ലോഡ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതൽ. എല്ലാ LED ബൾബും ഇങ്ങനെയല്ല. അപ്പോൾ ഇത്തരം ബൾബുകൾ വാങ്ങണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു PCB മേടിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി നോക്ക്, ഇതൊരിക്കലും ഇനി ബ്രേക്ക് ആവരുത്. ഇത് ഞാൻ ഇതിൻ്റെ ഔട്ടിൽ കൊടുക്കാൻ പോണ് ഒരു എൻഡിൽ. ഇപ്പോൾ ഈ ഒരു ബൾബ് ഇതാ ഞാൻ നേരെ ഫേസിൽ കൊടുത്തു. ഇതാ കത്തുന്നുണ്ട്. നേരെ അതിൻ്റെ ഔട്ട് കൊടുത്തു. ഇതാ ബ്രേക്ക് ആവുന്നില്ല. കണ്ടോ, അതേ ബൾബ്, അത്രയും വാട്ട്സുള്ളൊരു ബൾബാണ് കൊടുത്തത്. ബ്രേക്ക് ആവുന്നില്ല. കാരണം എന്താ, അതിനൊരു സ്റ്റാർട്ടിങ് കറണ്ട് ഇല്ല. ഇനി ഈ ഒരു സാധനത്തിനെ നമുക്കൊരു 10 മില്ലിയിലേക്ക് ഇത് സെറ്റ് ചെയ്താൽ ഇത് ബ്രേക്ക് ആകും. ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് സാധനം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇലക്ട്രീഷ്യന് ഗുണം ചെയ്യും. ഇതുപോലെ 2 ബൾബിനെ സീരിയലാക്കിയിട്ട് നമുക്ക് എർത്തിലേക്ക് ഇതുപോലെ ടച്ച് ചെയ്താൽ സ്റ്റാർട്ട് ആവണുണ്ടോ ഇല്ല, എന്തായാലും ഇത് ബ്രേക്ക് ആവില്ല. അങ്ങനെ ഇവിടെ നമുക്കൊരു സാധാ LED ബൾബ് ഇട്ടിട്ടും ചെക്ക് ചെയ്യാം. ഇനി മറ്റൊരു രസകരമായ ഒരു സംഭവം, ഈ ഒരു ബ്രേക്കർ അല്ലെങ്കിൽ ഈ ഒരു RCCB വിത്ത് കറണ്ട് നോക്കിക്കോളി, ഒരുപാട് മറ്റു ഫങ്ഷൻസ് ഉള്ള ഒരു സാധനമാണിത്. ഒരുപാട് ഫങ്ഷൻസ് വേറെ ഉണ്ട് ഇതിന്. കിലോ വാട്ട്, യൂണിറ്റ് ഒക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇതിൽ എത്ര കിലോ വാട്ട് വേണം, എത്ര യൂണിറ്റ് പെർ അവർ ഒരു ദിവസം ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതേപോലെ സെറ്റിങ്സിൽ അലാറം ചെക്ക് ചെയ്യാം. അതുപോലെ ഓവർ വോൾട്ട്, ഹൈ വോൾട്ട്, അണ്ടർ വോൾട്ട് എല്ലാം നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ലോ കറണ്ട് ടെസ്റ്റ് ചെക്കിങ്, ഹൈ കറണ്ട്, 10 ആംപിയർ എത്തിയ കട്ടയിക്കോ. ഒരു ലോഡ്, നമ്മുടെ വീടിൻ്റെ ഒരു ലോഡ് എത്ര അതിൽ സെറ്റ് ചെയ്യാം. ഒരു 10 ആംപിയർ വന്നാൽ അത് കട്ട് ഓഫ് ആയിക്കോട്ടെ. ഒരു 20 ആംപിയർ വന്നാൽ കട്ട് ഓഫ് ആയിക്കോട്ടെ. 30, 43 വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അതുപോലെ ലീക്കേജും നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഇനി നോക്കാം, നമുക്ക് അലാറം റെക്കോർഡ് ഉണ്ടോ. ഇത്രയും ഇൻഫർമേഷൻ ഉണ്ട്. എപ്പോഴാണ് ഇത് ബ്രേക്ക് ആയത്, എന്തുകൊണ്ട് ഇത് ബ്രേക്കായി, എത്ര തവണ ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് ഒരു മാസത്തെ എന്തെങ്കിലും ഒരു കമ്പനിയിലൊക്കെ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ഒന്ന് ബ്രേക്കർ എത്ര തവണ കറണ്ട് ഓഫായി വന്നു, ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് എപ്പോൾ ഓഫായി എന്നെല്ലാ
ഹിസ്റ്ററി നമുക്കിതിൽ കിട്ടും. കമ്പനികൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതോടൊപ്പം എത്ര യൂണിറ്റ് കറണ്ട് ഓരോ ദിവസം ചിലവായി, എത്ര യൂണിറ്റാണ് ഒരു മാസത്തേക്ക് ചിലവായത്, കഴിഞ്ഞ മാസം എത്ര, ഇതെല്ലാം നമുക്ക് മീറ്ററിലേക്ക് നോക്കാണ്ട് നമ്മുടെ ഫോണിൽ കിട്ടുന്ന ഒരു ഡിവൈസാണിത്. ഇത് ഇന്ന് ഓൺലൈനിൽ കിട്ടും. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടുതരാം. എൻ്റെ പ്രൊഡക്റ്റ് അല്ല. ഇത് സക്സസ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കണം. കൂടുതൽ ആളുകൾക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്കിവിടെ അസംബിൾ ചെയ്യാം. ഇത് കുറച്ചുകൂടി വലുതായിരിക്കും എന്ന് റിലേ ഒക്കെ വെച്ച് ഞാൻ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ നമ്മുടേതായ രീതിക്ക് ഒരെണ്ണം ഉണ്ടാക്കണം അത്യാവശ്യമാണെങ്കിൽ. ഇനി കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാം. പല ആളുകൾക്കും നല്ലൊരു ആശയമാണ്. അടുത്തൊരു വീഡിയോയിലൂടെ ഒരു ചെറിയൊരു ടിപ്പായി സാധാരണക്കാർക്ക് എങ്ങനെ ഒരു ബൾബ് നിർമ്മിക്കാം എന്നുള്ളതും എൻ്റെ അടുത്തൊരു വീഡിയോയിൽ റീൽ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇതിൽ രേഖപ്പെടുത്തുക. ഇതിൽ എങ്ങനെയാണ് ഈ RCCB പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിഡ്യുവൽ എന്ന് പറയുന്നത് ഈ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് സെയിം റിട്ടേൺ പോകുന്നുണ്ട്. റിട്ടേൺ പോകുന്നില്ലെങ്കിൽ ഇത് ബ്രേക്ക് ആവുകയാണ് എന്നുള്ളത് ഇന്ന് മനസ്സിലായത്. അല്ലാതെ എർത്ത് ലീക്കേജ് എന്ന് പറയുന്ന ഇതിൽ എർത്ത് കൊടുത്തിട്ടേ ഇല്ല. ഈ ഒരു യൂണിറ്റിക്ക് എർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ എർത്ത് ലീക്കേജ് ബ്രേക്ക് ആണ്? ELCB അങ്ങനെയാണ്, അതിലേക്ക് എർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എർത്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ബാലൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യണത്. ഇത് സാധാരണ ഒരു ഇലക്ട്രീഷ്യന് വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ഒരെണ്ണം ഇവിടെ നിന്ന് എടുത്ത് ഒരെണ്ണം വേറെ ഒന്ന് കെട്ടി വലിച്ച് പിന്നെ ഈക്വൽ ഫേസിലും ന്യൂട്രലും ഈക്വൽ കറണ്ട് അല്ലെങ്കിൽ അത് ബ്രേക്ക് ആകും. ഇതാണ് RCCBയുടെ പ്രവർത്തനം. അത് പല വീടുകളിലും മോട്ടോർ ഓൺ ചെയ്താൽ RCB ട്രിപ്പ് ആവാറുണ്ട്. ബോർവെൽ കുഴൽ കിണറിലൊരു അല്ലെങ്കിൽ സാധാ കിണറിലകത്തേക്ക് ഒരു മോട്ടോർ ഫിറ്റ് ചെയ്ത് മോട്ടോർ ഓൺ ആയാൽ ഉടനെ തന്നെ RCCB അത് ഓഫ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ RCCBയുടെ ഇൻപുട്ടിൽ നിന്ന് മോട്ടോറിലേക്ക് കണക്ഷൻ കൊടുക്കും ആളുകൾ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഗുണം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അതിലേറെ നല്ലത് എനിക്ക് തോന്നുന്നു ഇത് മേടിച്ച് വെച്ചിട്ട് അതിൽ എത്ര മില്ലി ആംപിയറാണ്, അതിലിപ്പോൾ ഉദാഹരണത്തിന് 30 40 ഒരു 40 സെറ്റ് ചെയ്യാം. പക്ഷേ അപ്പോൾ ചെറിയ ചെറിയ ഷോക്കൊന്നും അടിച്ചത് ഓഫ് ആവില്ല. എനിവേ പല ആംപിയർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിലെ വൈഫൈ ആയിട്ട് ഇത് ബന്ധിപ്പിക്കുക. ഇങ്ങനെ വൈഫൈ ബന്ധിപ്പിച്ച് നമ്മളെ വീട്ടിൽ വെച്ചാലുള്ളൊരു ഗുണം നമുക്ക് എത്ര കറണ്ട് ബില്ല് വരും എന്നുള്ള ഒരു മുൻ റീഡിങ് കിട്ടും. ഇപ്പോൾ ഇത്ര രൂപ ഇത്ര നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ആപ്പിൽ കേട്ടോ, നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ആപ്പിൽ ഇപ്പോൾ 200 റുപ്യ ആയിട്ടുണ്ട്, 300 ആയിട്ടുണ്ട്, 500 ആയിട്ടുണ്ട്, 1000 ആയിട്ടുണ്ട്. അപ്പോൾ നാളേക്ക് ഇത്ര അങ്ങനെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും എന്നുള്ള ഇത് ഉപയോഗിച്ചാൽ. ഇത് KCBയുടെ സ്മാർട്ട് മീറ്റർ വരുന്നതിന് മുൻപേ നമുക്കിത് ഉപയോഗിക്കാം. ഇത് മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ട് വെക്കണം. നമ്മളെ ബ്രേക്കറിൻ്റെ സൈഡിൽ വെക്കുക. മന്ത്ലി ഇതിന് റെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിന്. കാരണം നമ്മുടെ വൈഫൈയിലെ നെറ്റ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്മാർട്ട് മീറ്ററിന് റെൻറ്റ് വരും. അത് KCB വെക്കുന്നതല്ലേ. അതും ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇത് അബ്സല്യൂട്ട്ലി ഇത് വേറൊരു ഫംഗ്ഷനാണിത്. ഇപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കാർ ചാർജർ EV വെഹിക്കിൾ ചാർജിങ്ങിന് വേണ്ടി ഒരു ആപ്പായി സെറ്റ് ചെയ്തിട്ട് വീട്ടിലോ ഓഫീസിലോ വെക്കണമെങ്കിൽ ഒരു 7 കിലോവാട്ട് EV ചാർജിങ് സ്റ്റേഷൻ ഒരു ഹോട്ടലിലൊക്കെ ഇത് സെറ്റ് ചെയ്യാം നമുക്ക്. എങ്കിൽ നമുക്ക് ഒരു 100 രൂപ തന്നാൽ അല്ലെങ്കിൽ ഒരു 200 രൂപ തന്നാൽ നമുക്കിതിൽ അനുവദിച്ചു കൊടുക്കുക ആപ്പിലൂടെ. ഓക്കെ ചാർജ് ആയിട്ടിട്ടുണ്ടോ അറിയാം. ഒരു ഭക്ഷണം കഴിച്ചാൽ ഇനി ഒരു റെസ്റ്റോറൻറ്റിൽ ചാർജിങ് ഫ്രീ കൊടുക്കാം. നല്ല റെസ്റ്റോറൻറ്റുകളിൽ EV കൊണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൊണ്ട് നിർത്തിയിടുമ്പോൾ അവിടെ എഴുതി വെക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അത്രയും സമയം നിങ്ങൾക്ക് ചാർജ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ടൈമർ സെറ്റിംഗ് ഇതിനകത്തുണ്ട്. എപ്പോൾ ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം, ആ ഒരു ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ഒരു ബ്രേക്കർ ഉപയോഗിച്ച് നമ്മളൊരു വീട്ടിൽ ഫിറ്റ് ചെയ്ത് സാധാരണ ELCB മാറ്റി നമ്മൾ ഇത് വെച്ചു, അല്ലെങ്കിൽ സാധാരണ RCCB ഒഴിവാക്കി ഇത് വെച്ചു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വീട് കൂട്ടിപ്പോയി, വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്, ഫ്രിഡ്ജിൽ ഇറച്ചി ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, പല സാധനങ്ങളും ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. എന്തായിരിക്കും അവസ്ഥ അല്ലേ? അപ്പോൾ ഇതാവുമ്പോൾ എന്തായി? എന്തെങ്കിലും ഒരു ലൈറ്റ്നിങ്ങോ മിന്നലോ എന്തെങ്കിലും ഒരു എർത്ത് ലീക്കേജ് ലൈറ്റിനും കൂടെ മിന്നലിലൂടെ കടന്നു വന്ന ഒരു ലൈറ്റ് ഈ എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ സാധനം ട്രിപ്പാവും. അങ്ങനെ എപ്പോൾ പിന്നെ ഓൺ ആവണം നമുക്കിതിൽ സെറ്റ് ചെയ്യാം. 1 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വീണ്ടും അത് ഓണാവും. ആ ലീക്കേജ് ഉണ്ടെങ്കിൽ പിന്നെയും ഓഫ് ആകും കേട്ടോ, അത് പോണില്ലെങ്കിൽ. പക്ഷെ ഒരു മിന്നൽ വന്നു വിചാരിച്ചാൽ ലീക്കേജ് അപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഗുണം ഓട്ടോമാറ്റിക് ELCB ഓൺ ആവാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട്.